എന്റെ അമ്മേ. അളിയന്റെ ഈ കട്ട് ഫേസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വിമാനങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടോ? യാത്ര ചെയ്തിട്ടില്ല, മുകളിൽ കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കാണാൻ വഴിയില്ല. താഴെ നോക്കുമ്പോൾ വിമാനത്തിലകത്തിരിക്കുന്നവരെ കാണാൻ പറ്റില്ല. എന്നാൽ ഈ ജയരാമൻ അളിയനെ അതൊന്നുമില്ല. നീ ജയറാം സാറിന്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്ത് മോളിൽ കൊണ്ടുവയ്ക്കണം. അതാ നിന്റെ പണി. സാർ വരണം. നിൽക്കവിടെ. അളിയൻ കല്യാണം കഴിഞ്ഞ് അമേരിക്ക പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. കൊച്ചു പിള്ളേരൊന്നും അമേരിക്ക കൊണ്ടുപോകില്ല. പോടെ പോടെ പോടെ. വരുന്നളിയാ, ചാപ്പാട് നിർത്തി. നമസ്കാരം. നമസ്കാരം. ഗ്ലാഡ് ടു മീറ്റ് യു അങ്കിൾ. നമ്മൾ തമ്മിൽ ഫോണിക്കിടെ സംസാരിച്ചുള്ള പരിചയമുള്ളൂ. അത് പോരെ അങ്കിൾ. ഇരിക്കൂ. താങ്ക് യു. കമോൺ സിറ്റ് ഡൗൺ. അല്ല, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സീറ്റ് കിട്ടിയതുകൊണ്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങി. ആട്ടെ, എന്തൊക്കെയുണ്ട് അങ്കിളുടെ വിശേഷം? ഡാഡി പ്രത്യേക അന്വേഷണം പറഞ്ഞിരുന്നു. താങ്ക് യു. എന്താ പാട്? ഒരു പാടുമില്ല അങ്കിൾ. അല്ല, നെറ്റിയിലെ പാട്. അത് ഞാൻ ഈ കൊട്ടേഷൻ. അങ്കിൾ, ഞാൻ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ഒന്ന് ഷേക്ക് ചെയ്തു. അപ്പൊ ഫ്രണ്ടിലെ കമ്പിൽ ഒന്ന് ടച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. അത് ശരിയാ. എയർ പോക്കറ്റ്സിൽ വീണ് എന്തുമാത്രം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് അളിയനോടൊരു സംശയം ചോദിക്കാനുണ്ട്. നീ എന്നെ വിരട്ടിയാലും ഞാൻ ചോദിക്കും, എനിക്കത് അറിയണം. അളിയാ, അമേരിക്കയിൽ പശുക്കളുണ്ട് അളിയാ? ഇല്ല, കംപ്ലീറ്റ് കോഴികളാ. അങ്കിൾ, ആരാവൻ? കുറെ നേരമായി എന്നെ അളിയ അളിയാന്ന് വിളിച്ച് ഡിസ്റ്റർബ് ആയിരിക്കണേ. എന്റെ ഒരു ബന്ധുവാണെന്ന് കരുതിക്കോളൂ. അത്രമാത്രം ഉപകാരമായി എനിക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ കയറി അളിയാ അളിയാന്ന് വിളിക്കുന്നത്. എനിക്ക് വേറൊരു സംശയം അളിയാ. അതെ, നമുക്കിനി മോളെ വിളിച്ചാലോ? ജയരാമൻ സാറാണെങ്കിൽ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി കാറി കയറിയപ്പോ തുടങ്ങി ചോദിക്കുക, മോളെങ്ങനെയാ മോളെങ്ങനെയാ. ഞാനാണെങ്കിൽ മറുപടി പറഞ്ഞു മടുത്തു. ഇനി ജയറാം സാർ നേരിട്ട് കണ്ടോട്ടെ. ശരിയാ, പ്രധാന കാര്യം ഞാൻ അങ്ങ് വിട്ടു. മോളെ ഇതുവരെ ആരുടെയും മുമ്പ് പെണ്ണ് കാണാൻ നിൽക്കാത്തതുകൊണ്ട് അതിന്റേതായ ഒരു ചമ്മല് കാണും. ചമ്മലല്ല, ഇൻഹിബിഷൻ. അത് കാണും. ഇപ്പോഴുള്ള പെൺകുട്ടികൾക്കെല്ലാം ഉണ്ട്. മാത്രമല്ല, സാധാരണ പെൺകുട്ടികളെ പോലെയല്ല ഇവക്ക്. സ്വർണ്ണാഭരണങ്ങളോടൊന്നും ഒരു കമ്പവുമില്ല. എല്ലാം വെച്ച് പൂട്ടിയിരിക്കുക. ഇവിടെ തന്നെയാണോ അതോ? അല്ല, ബാങ്ക് ലോക്കറിൽ. മോളെ, മീറ്റ് മിസ്റ്റർ ജയരാമൻ. ഇനി ജയരാമൻ പറയുക, നിങ്ങൾക്ക് എന്റെ മോളെ ഇഷ്ടായോ? എന്താടാ ഇനി മോള് പറ, മോക്ക് ജയരാമനെ ഇഷ്ടായോ? കൂടുതൽ പേർക്കല്ലേ ഇഷ്ടമല്ലെന്ന് പറയും. എനിക്കും ഇഷ്ടായി. എന്റെ മോള് ഭാഗ്യവതിയാ. ഈ സന്തോഷ വർത്താനം ഞാൻ സേതുരാമനെ അമേരിക്കയ്ക്കൊന്ന് വിളിച്ചറിയിക്കട്ടെ. അച്ഛനോട് എന്തെങ്കിലും പറയണോ? വേണ്ട, ഡാഡിക്ക് ഞാൻ മിസ് കോൾ കൊടുക്കുന്നുണ്ട്. ജയരാമൻ കുറച്ച് റെസ്റ്റ് എടുക്കൂ. മോൾ റൂം റെഡിയാക്കി. വെരി ഗുഡ്, വെരി ഗുഡ്. കൊടുത്തൽ മോളെ. അമേരിക്ക കൊണ്ടുപോണേ അളിയന്റെ കൂടെ എപ്പോഴും ഞാൻ കാണും. വാളിയാ, ഇവനെന്താന്ന് കാണിക്കുന്നത്? കോട്ട് നീ എടുക്കണ്ട, അങ്ങോട്ട്. അളിയന്റെ അമേരിക്കൻ കോട്ട് കഴിയാൻ എനിക്കറിയാം. ഇതെന്തോടെ അമേരിക്കയിൽ സോപ്പം വെള്ളമൊന്നും കിട്ടൂല. എന്തൊരു അഴിവ്. അങ്കിള് നോക്കിക്കോ, കല്യാണം കഴിഞ്ഞ് അമേരിക്ക പോകുന്നതിന് മുമ്പ് അങ്കിളിനെ ഞാൻ നടക്കിയിരുത്തും. നടക്കിരുത്തൂ? നടത്തിയിരിക്കും. ഇത് മണിയപ്പന്റെ വാക്കാ. മണിയപ്പൻ? മണി പോലെ വിശ്വസിച്ചോ. മണികളുടെ സ്വാമിയാണ് സത്യം. സ്വാമിയേ ഞാനും വരട്ടെയോ നീ കൂടെ. നീ എപ്പോഴാ പുറത്തിറങ്ങിയത്? നിക്കടവിടെ. അയ്യോ, സംഭവം കുഴഞ്ഞല്ലോ. പ്രിയേ, സ്വീറ്റി. കുരിശ്. ഇനി എന്ത് ചെയ്യാൻ? ഐഡിയ. ഇവിടെ നമ്മൾ രണ്ടു മാത്രമേ ഉള്ളൂ. അതാ എന്റെ പേടി. എന്തിനു പേടിക്കണം?
ഇളം മന്ദമാരുതൻ, ഇളം മഞ്ഞവയിൽ, എവിടുന്നോ ഒരിളം മണമടിക്കുന്നത് പ്രിയ ശ്രവിക്കുന്നില്ലേ? എന്ത് മണം? പാലപ്പൂ മണം. അത് കിച്ചണിൽ നിന്നുള്ള വേസ്റ്റിന്റെ സ്മെല്ലാ. ആണോ? അതെ, കല്യാണ സമയമാകുമ്പോ ഡാഡി മമ്മിയൊക്കെ അമേരിക്കയിൽ നിന്ന് വരും പണ്ടാരോടങ്ങാൻ. അതിനു മുമ്പ് വഞ്ചി കരയിലടിപ്പിക്കണം, അല്ലെങ്കിൽ ഈ കണ്ടതെല്ലാം കൈവിട്ടു പോവും. എനിക്ക് മനസ്സിലാവണില്ല. ശാലുൻ എന്നോട് ഇഷ്ടമല്ലേ? എന്താ സംശയമുണ്ടോ? എന്നാൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ വെളുപ്പിന് 4:30 കഴിഞ്ഞാൽ ബ്രഹ്മമൂത്രമാണ്. അതോ ശാന്തി മൂത്രമാണ്? ബ്രഹ്മമുഹൂർത്തമാണ്. അപ്പോ വെളുപ്പിന് 4:30 ഞാൻ വരും, നീ കാത്തിരിക്കണം. എനിക്ക് പേടിയോ? എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? എന്റെ പരദൈവങ്ങളെ, സൂത്രക്കാരെ, നിന്നെ ഞാൻ... അതെ, ഞാൻ ജയരാമേട്ടാ രക്ഷപ്പെട്ടു. മോള് വെയിറ്റുള്ള എന്തെങ്കിലും സാധനം ടെറസിൽ നിന്ന് എടുത്ത് താഴത്തേക്ക് ഇട്ടായിരുന്നോ? ഇല്ല. അല്ല, കിണറ്റിലെന്തോ വീഴുന്ന ഒച്ച കേട്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. എന്നെ കൈവിടല്ലേ? ഒരിക്കലും കൈവിടില്ല. ഒരുറപ്പിന് വേണ്ടി മറ്റേ കൈയും കൂടെ പിടിച്ചു. നിക്ക് നിക്ക് നിക്ക്. ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് കേട്ട് കഴിഞ്ഞിട്ട് മതി കയറ്റം. കേറി വന്നിട്ട് പോരെ സാറേ? പോരാ. എന്നാ പെട്ടെന്ന് പറ സാറേ. കൈവിട്ടെങ്ങാനും താഴേക്ക് പോയാ പിന്നെ എന്റെ പൊടി പോലും കാണുകയല്ലേ? അതെ, സാറിന് എന്നോട് പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞാ പോരെ? പറഞ്ഞു നോക്ക്. ഞാൻ ചെയ്തതൊക്കെ തെറ്റ്, ചെയ്തോണ്ടിരിക്കുന്നത് തെറ്റ്, ഇനി ചെയ്യാൻ പോണത് തെറ്റ്. തെറ്റ് ചെയ്യാൻ കാരണം? അതെ, ഈ സെറ്റപ്പും വീടും പിന്നെ പെണ്ണിനെ കൂടെ കണ്ടപ്പോ കണ്ണു തള്ളിപ്പോയി സാറേ. എന്റെ ഭാര്യയും പിള്ളേരും ആളെ സത്യം. കേറി വന്നാലുടനെ ഞാൻ സ്ഥലം വിട്ടോളാം. ഇനി വാക്ക് മാറ്റില്ല? ഇല്ല. ഉറപ്പ്? വാക്ക് മാറ്റില്ല സാറേ. ഒന്ന് കേറ്റിവിട് സാറേ. കേറ്റിവിട് സാറേ. എന്നാ ഇനി ഒട്ടും വൈകണ്ട, വിട്ടു. എങ്ങോട്ട്? അങ്ങനെ പോകാൻ പറ്റുമോ സാറേ? ഞാൻ ഗണപതി സാറിന്റെ ഭാവി വരുമോന്നില്ലേ? അല്ലേ, ഇതാര്? സാക്ഷാൽ ജയരാമൻ ഫ്രം USA. എന്താ സംശയമുണ്ടോ? ഈ ആൾമാറട്ട കളിക്ക് നല്ലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇയാളോട് ക്ഷമിച്ചു. പക്ഷേ തന്നെ പോലൊരു 3ാം കിട സ്കൗണ്ടറിനെ എനിക്ക് പകരം വെച്ചതിന് ഒരിക്കലും മാപ്പില്ല. പാവം ഗണപതിയങ്ങള്, നിന്നെ പോലൊരു ഫ്രോഡിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയ ആ മനുഷ്യന് പോലീസിനെ ഇങ്ങോട്ട് വരുത്തണോ അതോ താനിപ്പോ ഇവിടെ ഇറങ്ങുന്നോ? വേരട്ട് മണിയപ്പനോട് വേണ്ട, പോലീസ് സ്റ്റേഷൻ ജയിലും ഒക്കെ അച്ചുവീട് പോലാ മണിയപ്പന്. ഇടയ്ക്കൊക്കെ കയറി ഇറങ്ങുന്നത് ഒരു രസമാ. ഇപ്പോഴാണ് കൃഷ്ണസാറും ഉണ്ടല്ലോ കൂട്ടിന്. ഇദ്ദേഹമാണല്ലോ ഈ കളിയുടെയൊക്കെ സൂത്രധാരൻ. വിളിക്ക് സാറേ പോലീസിനെ. അപ്പൊ നീ സ്വമേധ ഇവിടെ ഇറങ്ങില്ല. വൺ വേ, അങ്ങോട്ടേ പാടുള്ളൂ. തിരിച്ച് നോ എൻട്രി. എന്താ ഇത്? പുറത്തുനിന്ന് ഏതോ ഒരുത്തം വന്ന് നമ്മുടെ ജയറാമിനെ തല്ലുന്നത് നോക്കി നിൽക്കുവാണോ കൃഷ്ണ നീ? അങ്ങളെ, ഇത് തല്ലൊന്നുമല്ല. പിന്നെ ഇതെന്റെ പഴയ കൂട്ടുകാരനാ മണിയപ്പൻ. കുറച്ച് ദിവസമായുള്ളൂ നാട്ടിൽ വന്നിട്ട്. എന്റെ പഴയ സ്റ്റാമിന എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പിടിച്ചു നോക്കാറുണ്ട്. ഇല്ലടാ മണിയപ്പ? അതിശയം തന്നെ. ആ, ഇതാണ് ഗണപതി അങ്കിൾ, എന്റെ അമ്മായിപ്പൻ, മൈ ഫാദർ ലോ. ഹൃദയത്തിൽ ഒരുപാട് തുളയുള്ളതുകൊണ്ട് ഞങ്ങൾ അയാളെ വളരെ സൂക്ഷിച്ചാ കൊണ്ട് നടക്കുന്നത്. ചെറിയ ഷോക്ക് മതിയുടെ ആള് തട്ടിപ്പോവും. അല്ലടാ കൃഷ, അമേരിക്കയിൽ എവിടെയാണ് മണിയപ്പൻ? പറഞ്ഞു കൊണ്ടാ അങ്ങോട്ട്. കാലിഫോർണിയയിലാ. വെരി ഗുഡ് അങ്കിൾ. എന്താ അവിടെ നിൽക്കുന്നേ? അകത്തേക്ക് വരൂ, നമുക്ക് വിശാലമായിട്ടൊന്ന് കൂടിയിട്ട് പോവാം. കൃഷ്ണ, ഷെഫി എന്നാ പഴയ പച്ചക്കുപ്പി. അല്ല, തിരിച്ചു പോകാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ കയറിയത്. ഫ്ലൈറ്റിന് സമയമായി. ഇനി ഒരിക്കലാവാം. തിരക്കില്ലായിരുന്നെങ്കിൽ കല്യാണമൊക്കെ കൂടിയിട്ട് പോവായിരുന്നു മണിയപ്പന്. എന്റെ ആഗ്രഹം അതായിരുന്നടാ മണിയപ്പ. എന്റെ ആഗ്രഹം വരട്ടടാ ജയറാമ. എന്തൊക്കെ ഫ്രണ്ട്ഷിപ്പാ ഈശ്വര. നമ്മളെ വെള്ളിക്കിണ്ണം താൻ തങ്ക കൈകളിൽ, മുത്തുപുന്നകை அந்த கண்களில், வைரசிலைதான் அந்த பக்கத்தில்,
രാജാവിൻ പാർവൈ റാണിயின் பக்கம். കുളിരാട് കുളിരടി ഈശ്വരാ, ഇതിവിടെ പോയത് ഇപ്പൊ ശരിയാക്കി തരാടാ മണിയപ്പ. ഇതൊന്ന് കിട്ടിക്കോട്ടെ. ഈശ്വരന്മാരെ, എന്റെ മാനം കാത്തോളണേ. അയാളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമല്ല. ഇങ്ങനെ സാരി ഉടുത്ത ഏത് പുരുഷന്മാരാണ് ഇങ്ങനെ കാണിക്കാത്തത്? പണ്ടാരടങ്ങെന്താ വരുന്നു. ഈശ്വര, എന്റെ മാനം പോയത് തന്നെ. ഞാനും ചെല്ലാം. ഇരുട്ടത്തവൻ എന്താ പരിപാടി? സംഭവം എന്തായാലും നേരിട്ട് കാണാം. അങ്ങോട്ട് ചെന്ന മുല്ലക്കലമ്പലത്തിൽ വെടിക്കെട്ട് പ്രമാണിച്ച് എല്ലാ ലൈൻമാൻമാരും അങ്ങോട്ട് പോയിരിക്കാ സാറേ. നാളെ വെളുപ്പിന് ഒരു 11:11 വരാൻ നോക്കാം. മതി മതി മതി, സൗകര്യം പോലെ നാളെ വന്ന് നോക്കിയാ മതി. ഇതാണ് അവസാനത്തെ ചാൻസ്. അവൾ ഇങ്ങോട്ട് വരികയാണോ? ശരി. നമസ്കാരം സാർ. ഇതിലേതാ പറയാ? ഇത് തന്നെയാണ് സാർ, ഇത് തന്നെ. ഈ ശബ്ദം ഞാൻ ഓർക്കുന്നു. പണ്ട് വാളയാർ മണിയപ്പന്റെ അടിവയറ്റിൽ ഞാൻ മുട്ടുകാലി കയറ്റിയപ്പോൾ. കരയണ്ട, നിങ്ങളെയല്ല, മണിയപ്പന്റെ കാര്യം പറഞ്ഞു.